അറബിക്കിൽ റിസ്ക് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിധിച്ചപ്പെട്ടത് നിങ്ങളുടെ കയ്യിലേക്ക് വരും എന്നാണ് റിസ്ക് എന്ന ആ വാക്കിൻ്റെ അർത്ഥം. മലയാളികളുടെ ആകെ ആഗോള മുഖമാണ് എം.എ. യൂസഫ് അലി. വാണിജ്യ വ്യവസായ സാമൂഹ്യ രംഗത്തെ യൂസഫ് അലിയുടെ പ്രവർത്തനം സമാനതകളില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ മകൾ ഷഫീന യൂസഫ് അലിയും പിതാവിന്റെ പാത പിന്തുടരുകയാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊപ്പം സേവന പ്രവർത്തനങ്ങളിലും ഏറെ ശ്രദ്ധാലുവാണ് ഷഫീന. വ്യവസായ രംഗത്തിനൊപ്പം കലാപ്രവർത്തനങ്ങളിലും ശ്രദ്ധേയായ ഷഫീന കലാകാരന്മാർക്ക് കൈത്താങ്ങാകുന്ന പുതിയ നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലളിതകല അക്കാദമിയുമായി സഹകരിച്ച് അബുദാബി കേരള കൾച്ചറൽ എക്സ്ചേഞ്ചിന് തുടക്കമിട്ടിരിക്കുകയാണ്. കേരളത്തിലെയും ഗൾഫിലെയും കലാകാരന്മാർക്ക് ആഗോളവേദിയിൽ മികവ് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. പഠിച്ചത് ഫൈനാൻസ് ആയിരുന്നു ബാച്ചിലേഴ്സിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു MBA എടുത്തു. ആൻഡ് ഞാൻ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങി, ഹോട്ടൽ ബിസിനസ്സിൽ പോയി. ആൻഡ് ഈ ഹോട്ടൽ ബിസിനസ്സിൽ കുറേ ആർട്ട് വാങ്ങിക്കണമായിരുന്നു ടു ഡെക്കറേറ്റ് ദ വാൾസ് ആൻഡ് ടു മേക്ക് ഇറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ. ആൻഡ് അതിനെപ്പറ്റി പഠിച്ച് വാങ്ങിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സോ ഐ വെൻറ്റ് ഇൻടു ദ മാസ്റ്റേഴ്സ് ഇൻ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ കൾച്ചർ. അതിലായിരുന്നു എൻ്റെ തീസിസ്. രാജാ രവിവർമ്മ ആൻഡ് ഹിസ് ഇൻഫ്ലുവൻസ് ഓൺ കണ്ടംപററി ഇന്ത്യൻ ആർട്ടായിരുന്നു എൻ്റെ ടോപ്പിക്. അതിലാണ് എനിക്ക് മനസ്സിലായത് ദാറ്റ് ഹൗ ടാലൻറ്റഡ് ആൻഡ് എക്സ്ട്രീംലി റിച്ച് our traditions and art and artisans are, and how much support that they need. Kerala is a very rich state in terms of culture and arts, and what we are trying to aim to do here is to create and cultivate a platform that I can take artists from India and from Kerala to the global south in Abu Dhabi, which has become kind of like a merging point and a melting point for cultures from the west to come in and see what are we all about and what are our stories and how can we tell those stories in Abu Dhabi in those rich and incredible ways. കലാകാരന്മാരുടെ ഉന്നമനത്തിനായി ഷഫീന യൂസഫ് അലിയുടെ നേതൃത്വത്തിൽ അബുദാബിയിൽ ആരംഭിച്ച റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവാണ് ഈ പദ്ധതിക്ക് മുൻകൈയെടുത്തിരിക്കുന്നത്. കേരളത്തിലെ കലകളുടെയും കലാകാരന്മാരുടെയും മുന്നേറ്റത്തിന് വഴി തുറക്കുന്നതാണ് ഈ നീക്കം. കേരള ലളിതകലാ അക്കാദമിക്ക് കീഴിലെ കലാകാരന്മാരുടെ കലാസൃഷ്ടികൾക്ക് അബുദാബിയിലടക്കം അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തുറക്കുന്നത്. അബുദാബിയിലെ കലാസൃഷ്ടികൾ കേരളത്തിലും പ്രദർശിപ്പിക്കും. കേരളീയ കലകളുടെയും അറബ് കലകളുടെയും കൂടുതൽ പ്രചാരണത്തിന് ഈ പദ്ധതി വഴി തുറക്കും. ഇതിനുവേണ്ടിയുള്ള ധാരണാപത്രം കൊച്ചിയിലെ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് ചീഫ് ക്യൂരേറ്ററും ക്രിയേറ്റീവ് ഡയറക്ടറുമായ മീനാവാരിയും ലളിതകല അക്കാദമി സെക്രട്ടറി N. ബാലമുരളിയും ഒപ്പുവെച്ചു. റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഷഫീന യൂസഫ് അലിയും ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്തും ചടങ്ങിൽ സന്നിഹിതരായി. പ്രശസ്ത കലാകാരൻ ആറ്റിങ്ങൽ രാമചന്ദ്രന്റെ സൃഷ്ടി ഷഫീന യൂസഫ് അലി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അബുദാബി കേരള സംരംഭത്തിന് തുടക്കമായത്. റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് നൽകുന്ന 2 ലക്ഷം രൂപയുടെ ഫെലോഷിപ്പ് കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാരായ മിബിൻ ഭാസ്കർ, മുഹമ്മദ് യാസർ എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് ഷഫീന യൂസഫ് അലി കൈമാറുകയും ചെയ്തു. കേരളത്തിലെ കലാകാരന്മാരുടെ സൃഷ്ടികൾ ലോകത്തെ അറിയിക്കുക എന്ന ഉത്തരവാദിത്തമാണ് റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് ഏറ്റെടുക്കുന്നതെന്ന് ഷഫീന യൂസഫ് അലി ചൂണ്ടിക്കാട്ടി. കലാപരമായും സാംസ്കാരികപരമായും കേരളവും അറബ് രാജ്യങ്ങളും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംരംഭവുമായി റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് മുന്നിട്ടിറങ്ങിയത്. ഇതിനായി കേരള ലളിതകലാ അക്കാദമി നൽകിയ പിന്തുണ പ്രശംസനീയമെന്ന് ഷഫീന പറഞ്ഞു. മികവുറ്റ കലാകാരന്മാരുടെ സൃഷ്ടികൾ ഹോട്ടലിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും കൃത്യമായത് ലഭിച്ചില്ല. കേരളീയ തനിമയുള്ള മികച്ച കലാസൃഷ്ടികൾ കൃത്യമായി എങ്ങനെ ലഭിക്കുമെന്ന വിവരം പോലും എവിടെയും ഇല്ലായിരുന്നു. ലണ്ടനിലെ പഠന സമയത്തെ ഗവേഷണ വേളയിലും സമാന അനുഭവമാണ് ഷഫീനയ്ക്കുണ്ടായത്. ലോകോത്തര കലാകാരന്മാരുടെ അഭാവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഷഫീന ഇത്തരമൊരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അറബിക്കിൽ റിസ്ക് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിധിച്ചപ്പെട്ടത് നിങ്ങളുടെ കയ്യിലേക്ക് വരും എന്നാണ്
റിസ്ക് എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അതിൽ നിന്നും ഐ ഫീൽ വാട്ട് ദ ആർട്ടിസ്റ്റ് ഡിസേർവ് അവർക്ക് എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹത്തിലാണ് റിസ്ക് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത്. ഈ വർഷം തന്നെ കേരളത്തിൽ നിന്നുള്ള 10ഓളം കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ അബുദാബിയിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കും. അതുപോലെ അവിടെ നിന്നുള്ള കലാകാരന്മാരുടെ സൃഷ്ടികൾക്ക് കേരളത്തിലും പ്രദർശന സാഹചര്യം ഉണ്ടാകും. വർഷത്തിൽ 4 മാസം വീതം പശ്ചിമേഷ്യയിലെ 4 വീതം കലാകാരന്മാരെ അബുദാബിയിലെ റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് ആസ്ഥാനത്തെത്തിച്ച് സൗജന്യമായി ലോകോത്തര നിലവാരത്തിലുള്ള പരിശീലനവും നൽകുമെന്നും ഷഫീന അറിയിച്ചു. അബുദാബി ആസ്ഥാനമായി ബിസിനസ് രംഗത്ത് സജീവമായ ഷഫീന യൂസഫ് അലി UK-യിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും MBA-യും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ആർട്ടിസ്റ്റിൽ മാസ്റ്റർ ഡിഗ്രിയും കരസ്ഥമാക്കിയ ശേഷം ആർട്ടിസ്റ്റിൽ PhD-യും ചെയ്തു വരികയാണ്. നിരവധി കലാകാരന്മാർക്കാണ് ഈ പുതിയ പദ്ധതി സഹായകമാകുന്നത്. ഇത്തരത്തിലുള്ള ഒരു കൊളാബറേഷൻ സ്പെഷ്യലി ഫോർ കേരള ആർട്ടിസ്റ്റ്, അതും കേരളത്തിൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന് കേരളത്തിൻ്റെ മണവും സൗഗന്ധവും അതുപോലെ തന്നെ സത്യാവസ്ഥയും അന്വേഷണങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ഉണ്ടാവുമ്പോൾ, ലുലു ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉണ്ടാവുമ്പോൾ അതിന് ഒരു കാരുണ്യത്തിൻ്റെ തലം കൂടിയുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കല എന്ന് പറയുന്നത് മനുഷ്യനെ ഏറ്റവും സ്പിരിച്വലി ഏറ്റവും നല്ലൊരു തലത്തിലോട്ട്, കാരുണ്യത്തിൻ്റെ തലത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇന്ന് റായ് അത് തന്നെയാണ് നമ്മളുടെ കേരളത്തിലെ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ആദ്യത്തെ ഒരു തലം എന്ന് പറയുന്നത്. ശ്രീ ഷഫീനയെ പോലെ, അതുപോലെ തന്നെ മീനയെ പോലെ, മാളവികയെ പോലെ വളരെ എക്സൈറ്റഡ് ആയിട്ട്, വളരെ ക്യൂരിയോസിറ്റി ഉള്ള, വളരെ ഡ്രീംഫുൾ ആയിട്ടുള്ള, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കാണുമ്പോൾ അക്കാഡമി കാൻറ്റ് സിറ്റ് ആൻഡ് സേ ദാറ്റ് നോ, വി ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. വി ഓൾവേസ് നീഡ് ടു സേ ദാറ്റ് യുവർ എക്സൈറ്റ്മെൻറ്റ് റിയലി എൻഗേജസ് ആൻഡ് എൻറിച്ചസ് അവർ ഡ്രീംസ്. അത് വളരെ വളരെ നമുക്കെല്ലാം ഫീൽ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കേരളത്തിലെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു വഴി കാട്ടി കൊടുക്കണം, നമുക്ക് കേരളത്തിലെ ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ കൊണ്ടുപോകണം, എക്സിബിഷൻ നടത്തണം എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ജെന്യുവിനിറ്റി, ദാറ്റ്സ് വെരി ഓർഗാനിക് ആൻഡ് ജെന്യുവിൻ. നമ്മുടെ ഒരു മഹത്തായ സംരംഭമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റായി അബുദാബി കേരള ലളിതകലാ അക്കാദമിയും ഉണ്ടാകുന്ന ഒരു പാരസ്പര്യം, ഇതൊരു ചരിത്ര സംഭവമായിരിക്കും. അത് നമ്മുടെ കേരളത്തിലെ കലാകാരന്മാർ എന്ന് പറയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരെ അപേക്ഷിച്ച് വളരെ കൂടുതലും, അതുപോലെ തന്നെ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും കൂടുതൽ പ്രാക്ടീസിങ് ആർട്ടിസ്റ്റുകളുമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കേരളത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പല കോണുകളിലിരുന്നുണ്ട്, അവരവരുടേതായ കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ അവർക്ക് മറ്റ് തലത്തിൽ ഇതിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് തുടങ്ങുന്ന ഈ സംരംഭം നമുക്ക് വലിയൊരു വഴി തെളിച്ചിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. And in Kerala, and we will have more things to open up. We are only, like Malvika said, we just opened on November 23rd. We are just 1 month old, or more than a month old. And I'm so happy, like I said earlier, that we are here to inaugurate our venture with you all together.